സൂറത്ത് തബാറക്കയിലെ ഈ രണ്ട് വേർഡ്സ് ഉണ്ട്, മൗത്ത് ഹയാത്ത്, ജീവിതം മരണം എന്ന അർത്ഥം വരുന്ന ഈ രണ്ട് വേർഡ്സും വിശുദ്ധ ഖുർആനിൽ തുല്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മൗത്ത് എന്നുള്ള വേർഡ് വിശുദ്ധ ഖുർആനിൽ 145 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതേ അനുപാതത്തിൽ 145 പ്രാവശ്യം തന്നെയാണ് ഹയാത്ത്, ജീവിതം എന്ന അർത്ഥം വരുന്ന ഹയാത്തും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിലൊക്കെ എന്ത് അത്ഭുതം എന്ന് ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, വിശുദ്ധ ഖുർആൻ എന്തല്ല ഒരിക്കലും ഒരു ടെക്സ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പുസ്തക രൂപത്തിൽ ഇറങ്ങിയതല്ല. ഖുർആൻ അത് സാഹചര്യങ്ങളെ ബേസ് ചെയ്ത് ഇറങ്ങിയ ഒരു ഗ്രന്ഥമാണ്. അതായത് ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ചേർന്നിറങ്ങിയ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരു ഖുർആൻ ഇതുപോലത്തെ ന്യൂമറിക്കൽ മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു മനുഷ്യ സൃഷ്ടിയല്ല, അത് ദൈവിക ഗ്രന്ഥമാണെന്നുള്ള തെളിവെണ്ണം മാത്രമാണെങ്കിൽ നമുക്കിത് യാദർശികമാണെന്നൊക്കെ പറയും. പക്ഷേ ഇത് ഒരുപാടെണ്ണം ഉണ്ടായാൽ എങ്ങനെ അത് യാദർശികമാകും? ഞാൻ തന്നെ 2 വീഡിയോസ് ചെയ്തു, ദിവസത്തെ പറ്റിയും മാസത്തെ പറ്റിയും 2 വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാടെണ്ണം ഇനി എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇനി ഒരുപാടെണ്ണം കണ്ടെത്താനും ഇരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വരും വീഡിയോസ് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ളതും ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം.